ഒരു ഗംഭീര കൈയിലോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. The one and only, the living legend. Ladies and gentlemen, a round of applause to welcome the one and only, the all-time charming, the living legend, Sir Dr. Padma Bhushan Kamal Haasan Sir. A grand welcome to Kochi at the Forum Mall at the PVR for the Thug Life Promotions. എല്ലാവരും സീറ്റ്സിൽ ഇരുന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. We will begin this grand evening. കമൽ സാറിനോടൊപ്പം ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂവിനോടൊപ്പം തഗ് ലൈഫിന്റെ ട്രെയിലർ നമ്മൾ ഒരുമിച്ച് സെൽവൻ ഓവർ ചെയ്യുക. വി ഹാവ് നമ്മുടെയൊക്കെ സ്വന്തം ജോജു ഓവർ ചെയ്യുക. ഒരു ഗംഭീര കൈഡി ഒരിക്കൽ കൂടി ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാം. അടുത്തത് നമ്മുടെ എന്താ പറയാ, നമ്മുടെ മലയാളത്തിൽ നിന്ന് പോയ ഒരു കുട്ടിയിൽ നിന്ന് വളരെ എന്താ പറയാ അധികാരത്തോടു കൂടി ആ ഒരു പ്രോഗ്രാമി. ഇറ്റ്സ് ഗുഡ് ടു സീ ബൗൺസിംഗ് ബാക്ക് അബ്രാമി ഓൺ തഗ് ലൈഫ്. ഒരുപക്ഷെ എല്ലാവർക്കും സിനിമയിൽ സ്ട്രഗിൾസ് ഉണ്ടാക്കി. ഞാൻ സിനിമയിലെ നിൽക്കുള്ളൂ, ഞാൻ സിനിമയിൽ എന്തൊക്കെ വന്നാലും സർവൈവ് ചെയ്യുമെന്ന് കാണിച്ചിട്ട് ചെറിയ ക്യാരക്ടർ ആണെങ്കിലും വലിയ ക്യാരക്ടർ ആണെങ്കിലും കിട്ടുന്നതെല്ലാം ചെയ്ത് 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 ഇന്ന് കമൽ ഹാസൻ സാറിനോടൊപ്പം വേദിയിൽ കൂടെ ഇരിക്കുന്ന ആ ജോജോ ചേട്ടനെ ഒരു കൈയടി സ്പെഷ്യലായിട്ട് കൊടുത്താൽ വിളിക്കണം. അത് ദൈവം കൊച്ചി അതിന് സാക്ഷ്യം വഹിക്കുന്നു എന്നത് ഭയങ്കര രസകരമായ ഒരു കാര്യമാണ്. 6 പതിറ്റാണ്ടുകൾ കൗമാരവും ടീനേജും അഡോൾസൻസും എല്ലാം കടന്നുപോയത് ആ മഹാനടന്റെ സിനിമകൾ കണ്ടാണ്. ഒരുപക്ഷെ ഹീസ് നോട്ട് ജസ്റ്റ് ആൻ ആക്ടർ, ഹീസ് എൻ ഇറ, ഹീസ് എ സീസൺ. അതെ, എന്താ പറയാ, സിനിമ എന്ന വാക്കിന് ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ സിനിമാ പ്രേമികൾ കൊടുത്ത മറുപേരാണ് അദ്ദേഹം. പേര് കമൽ ഹാസൻ. Ladies and gentlemen, a huge round of applause to welcome Sir Padma Bhushan Kamal Haasan Sir to Kochi for the Thug Life Promotions. So kindly be seated, sir. ഞാൻ ഗോകുലൻ സാറിൽ നിന്നാണ്. പരിചയപ്പെട്ട് ഞങ്ങള് ഒരു വളരെ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ജിമ്മിലായിരുന്നു ഞങ്ങൾ ഇടപാട്. അതായത് ഇത്ര നല്ല ജിമ്മ് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല, അത്രയും കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന് മണിക്കൂറുകളോളം ആ ജിമ്മില് ചെലവഴിക്കുമ്പോൾ ഞാൻ ആശ്ചര്യപ്പെടാറുണ്ടായിരുന്നു, ഇത് ഇങ്ങനെ എങ്ങനെ സാധിക്കുമെന്നുള്ളത്. ഓരോ ആക്ഷൻ ചെയ്യുന്ന സമയത്തും ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അത്ര നല്ല ഒരു ജിം. അതുകൊണ്ടാണ് ഇന്നും എന്റെ മകനെ പോലെ ഇരിക്കുന്നത് അദ്ദേഹം. മനസ്സിലായി, ഞങ്ങൾ ഒരുപോലെയായിരുന്നു. ഇന്ന് എന്റെ മകനെ പോലെ അദ്ദേഹമായി. അപ്പൊ അത്തരം അതിന്റെ കാരണം അതാണ്, അത് അധ്വാനത്തിന്റെയാണ്. നമ്മള് എന്ത് ശ്രമിച്ചാലും മനോഹരമായ കൊച്ചിനും കൊച്ചി ജനങ്ങൾക്കും നമസ്കാരം. I'm so happy to be here. Thug Life is എനിക്കൊരു ഭാഗ്യം മാത്രമല്ല, ഇതൊരു പഠനമാണ്. ഐ എം സോ ഫോർച്ചുനേറ്റ് ആൻഡ് ഗ്രേറ്റ്ഫുൾ. അതാണ് എനിക്ക് ടക്കുന്ന് വരുത്. ഗ്രേറ്റ്ഫുൾ, ഏതോ ഒരു നല്ലത് ഞാൻ പണിയിരിക്കണം ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഫിലിം ആൻഡ് ടു ജസ്റ്റ് സിറ്റ് നെക്സ്റ്റ് ടു കമൽ സർ. ഐ എം സോ ഹാപ്പി. ഗോപാലകൃഷ്ണൻ സർ, നൈസ് ടു മീറ്റ് യു. ആൻഡ് ജോജു സർ, நம்மளுக்கு காம்பினேஷன் சீன் இல்லை, இன்னொரு படம் மலையாளத்தில் கூப்பிடுங்க, இன்னும் பெட்டரான மலையாளம் கற்றுட்டு வரேன். அண்ட் அபிராமி இஸ் மை ஃபேவரட் அண்ட் we don't have combination scenes either, and I hope to work with you in many films. And I'd like to thank Mani sir. First ரோலுக்கு நான் செட் ஆவேன், இவன் நடிப்பான்னு கூப்பிட்ட மணி சாருக்கு நன்றி. And again, Kamal sir is my guru, he's my mentor. தூரத்துலேருந்து கற்றுக்கிட்டு இருந்தேன், இப்போ பக்கத்தில் அவர் என்ன பண்ணுறாரு எல்லாமே கற்றுக்க ஒரு சான்ஸ் கிடச்சிருக்கு. ஒரு ஏக்கலை இவன் மாதிரி தான், தூரத்தில் இருந்தேன். இப்போ ஐ எம் கெட்டிங் அ சான்ஸ் டு ஜஸ்ட் ஒர்க் வித் ஹிம் அண்ட் சிட் நெக்ஸ்ட் டு ஹிம். அண்ட் ரஹ்மான் சார், சிம்பு சார், த்ரிஷா மேம், இவங்க எல்லாத்தோடையும் ஐ எம் ஜஸ்ட் ஹாப்பி டு பி
பார்ட் ஆஃப் த ஃபிலிம். அண்ட் இது ஒரு மொமெண்ட்டாக எடுத்துக்கிறேன். என்னோட போர் தொழில் இங்கே ரொம்ப நல்லா ப்ரொமோட் பண்ணல, பட் ஜஸ்ட் பை த வேர்ட் ஆஃப் மவுத் இட் டிட் ரியலி வெல். ஸோ அதுக்கு தேங்க்யூ. மலையாளம் ஆடியன்ஸ் வந்து எப்போவுமே ரொம்ப ஏற்றவும் ரிஃபைன்ட் ஆடியன்ஸ். ஸோ ஷார்ப்பான ஒரு பர்ஃபார்மன்ஸ்க்கும் ரைட்டிங்க்கும் நிறைய ரெஸ்பெக்ட் தர ஆடியன்ஸ். ஸோ ஐ ஹோப் உங்களுக்கு தக் லைஃபும் பிடிக்கும்னு. ஆல் த மாஸ்டர்ஸ் ஹவ் ஒன்று சேர்ந்து தேவ் குக் சம்திங். நான் ഹലോ, എല്ലാവർക്കും നമസ്കാരം. വളരെയധികം അഭിമാനത്തോടുകൂടിയും കൃതാർത്ഥതയോടുകൂടിയുമാണ് ഞാനിവിടെ നിന്ന് ഇരിക്കുന്നത്. ഇത്രയും വലിയൊരു ക്യാൻവസിൽ നിർമ്മിക്കപ്പെട്ട ഒരു ബ്രഹ്മാണ്ഡമായ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്നത് ഏതൊരു ആക്ടറിനും ഒരു ഡ്രീം കം ട്രൂ തന്നെയാണ്. ആ ഡ്രീമിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കമൽ സാർ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പാക്റ്റ്ഫുൾ ആണെന്നുള്ളത് എൻ്റെ എസ്പെഷ്യലി കരിയറിൽ ഒരു വളരെ ചുരുക്കം സിനിമകൾ ചെയ്ത ഒരു സ്റ്റിൽ ന്യൂ കമർ എന്ന് പറയാവുന്ന ഒരു കുട്ടിയെ വിളിച്ച് വിരുമാണ്ടി എന്ന് പറഞ്ഞൊരു അത്ഭുതമായ അന്നലക്ഷ്മി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ തന്ന് എന്നേക്കും എനിക്ക് ചെറിഷ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടർ ആദ്യം തന്നു. അത് കഴിഞ്ഞിട്ട് സിനിമ എന്തൊരു ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് പഠിക്കാനൊക്കെ പോയി സിനിമയിൽ നിന്ന് വളരെ ദൂരത്ത് പോയ ഒരാളെ ഇല്ലല്ല നീ തിരിച്ച് സിനിമയിൽ തന്നെ വരണം എന്ന് പറഞ്ഞ് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് സാറിൻ്റെ തന്നെ വിശ്വരൂപം എന്ന് പറഞ്ഞ സിനിമയിൽ ഡബ്ബിങ്ങിന് വിളിച്ച് അതിനുശേഷം എപ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഡബ്ബിങ്ങിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തരത്തിൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എപ്പോഴും എനിക്ക് ആ ഒരു ഡോറ് തുറന്ന് വെച്ചിരുന്നു സാറ്. അതിനുശേഷം ഇപ്പോൾ ഇതാ തഗ് ലൈഫ്. ഇതിൽ സാറ് മാത്രമല്ല, സാറിൻ്റെ കൂടെ അഭിനയിക്കുന്ന എനിക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. അതിനുപരി മണി സാർ, മണിരത്നം എന്ന് പറഞ്ഞ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡയറക്ടേഴ്സിലൊരാൾ, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിയുന്നത്. AR റഹ്മാൻ സാറിൻ്റെ മ്യൂസിക്കൽ ഒരു നമ്മുടെ ഫേസ് സ്ക്രീനിൽ വരുമ്പോൾ അതിന് റഹ്മാൻ സാർ സംഗീതം പകരുക എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് എനിക്ക് ശരിക്കും ഇറ്റ് ഈസ് ലൈക്ക് ഡ്രീം കം ട്രൂ തന്നെയാണ്. അതുമാത്രമല്ല സിലംബരസൻ, ട്രിഷ, ജോജു ഏട്ടൻ, അശോക്, ഇറ്റ്സ് എ വണ്ടർഫുൾ സ്റ്റാർ കാസ്റ്റ്. ഇതിനോടൊപ്പം ഞാനും ഉണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് വളരെയധികം ഒരു അഭിമാനം തോന്നുന്നു. ഞാൻ കൊച്ചിയിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് കൊച്ചി വരുന്നത്. നമ്മുടെ നാട്ടിൽ വന്ന നമ്മുടെ ജനങ്ങളുടെ, എൻ്റെ ജനങ്ങളുടെ കൂടെ ഈ ട്രെയിലർ പങ്കുവെക്കുന്നത് എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു മുഹൂർത്തമാണ്. ആൻഡ് ഗോപാലൻ സാർ, താങ്ക് യു സോ മച്ച്. സിനിമയ്ക്ക് താങ്കൾ ചെയ്യുന്നത് വളരെയധികം ഒരു ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ്. താങ്ക് യു സോ മച്ച് ഫോർ പ്രൊമോട്ടിങ് ലവ്ലി സിനിമ ഓൾവേസ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ഓൾ ഓഫ് അസ്. ആൻഡ് ട്രെയിലർ എല്ലാവരും കണ്ടില്ലേ? ഇങ്ങനെയുണ്ട് പടം, നമുക്ക് പൊളിക്കണ്ടേ? അപ്പോൾ June 5 എല്ലാവരും തിയേറ്ററിലേക്ക് വരിക, കുടുംബസമേതം വരിക, പിന്നെയും വരിക. ഒരു പ്രാവശ്യം കണ്ടാൽ മതിയാവില്ല. സോ പിന്നെയും വന്ന് അടിപൊളി സിനിമയായിരിക്കും, കണ്ട് രസിക്കാം. താങ്ക് യു സോ മച്ച്.